ആനി അപ്പോഴേക്കും റൂമിലേക്ക് കയറി വന്നു. ആദർശ് അവളോട് നിനക്ക് വിഷമമാവുമെന്ന് കരുതിയിട്ടാണ് നിന്റെ വീട്ടുകാരെ പറ്റിയൊന്നും ഞാൻ ഇതുവരെ ചോദിക്കാതിരുന്നതെന്നും നിനക്ക് നിന്നെപ്പോലെ മുഖസാദൃശ്യമുള്ള മറ്റ് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നും അവൻ ചോദിച്ചു. ആനി അപ്പോഴേക്കും പൊട്ടിക്കരയുവാനായി തുടങ്ങി. ആദർശ് അവളെ സമാധാനിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമാവാൻ വേണ്ടിയാണ് നിന്നടുത്ത് ഈ കാര്യം ചോദിക്കുന്നതെന്നും നീ അതിന് മറുപടി തന്നാൽ മാത്രമേ അതിൻ്റെ ഉത്തരം പൂർണ്ണമാവുകയുള്ളൂ എന്നും അവൻ പറഞ്ഞു. അവൾ തനിക്ക് ഷൈനി എന്നു പേരുള്ള ഒരു ഇരട്ട സഹോദരി ഉണ്ടെന്നും അവൾ ഇപ്പോൾ എവിടെയോ സുഖമായി ജീവിച്ചിരിപ്പുണ്ടെന്നും അവൾ പറഞ്ഞു. അപ്പോൾ ജോഷി ദീപുവിനോട് നമ്മൾ കാണുന്ന ആ ദുരാത്മാവ് ആനിയുടെ അനുജത്തി ഷൈനി ആയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവളും ദീപുവിൻ്റെ അങ്കിളും തമ്മിൽ എന്താണ് പ്രശ്നമെന്നും അവളുടെ മരണത്തിന് ദീപുവിൻ്റെ അങ്കിൾ എങ്ങനെയാണ് കാരണക്കാരനാവുന്നതെന്നും അവർ പരസ്പരം ചോദിച്ചു. അപ്പോൾ ഇതേ സമയം ദീപുവിൻ്റെ വീട്ടിൽ ദീപുവിൻ്റെ അങ്കിൾ തൻ്റെ മകളെ ആ ദുരാത്മാവിൽ നിന്ന് രക്ഷിക്കാനായി അവളെയും കൂട്ടി തേക്കടിയിലേക്ക് പോകാമെന്നും താനാണ് അവളുടെ മരണത്തിന് കാരണമെന്ന് ദീപുവും തൻ്റെ മകളും ഒരിക്കലും അറിയാതിരിക്കുവാൻ ഇത് തന്നെയാണ് നല്ലതെന്നും അയാൾ തീരുമാനിച്ചു. അങ്ങനെ രാത്രി തന്നെ അവർ തേക്കടിയിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവളുടെ ആത്മാവ് അവർ സഞ്ചരിച്ചിരുന്ന വണ്ടിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവരെ കണ്ടതും ആ ദുരാത്മാവ് എനിക്ക് വേണ്ടത് നിങ്ങളെ അല്ലെന്നും എനിക്ക് വേണ്ട ആൾ നിങ്ങൾ പോകുന്ന സ്ഥലത്തുണ്ടെന്നും അവനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ് ചിരിക്കുവാനായി തുടങ്ങി. ഈ കഥ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.